ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നെത്തോലി അച്ചാർ ഉണ്ടാക്കിയാലോ. ഏകദേശം 1 കിലോ നെത്തോലി ഉണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടെ തേച്ച് വെച്ചിട്ട് വറുത്ത് പോരാം. ഇത്ര കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതുപോലെ 1 സ്പൂണ് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. മുക്കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കാം. ഇങ്ങനെ 10 മിനിറ്റ് ഇരുന്നിട്ട് നമുക്കിത് എണ്ണ ഒഴിച്ച് വറുത്ത് പോരാം. പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ മീനിട്ട് വറുത്ത് പോരാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് മീനിട്ട് കൊടുക്കാം. മുരിഞ്ഞ് വരട്ടെ, എന്നിട്ടെടുക്കാം. ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് നല്ലതുപോലെ മുരിഞ്ഞെടുക്കട്ടെ. നെത്തോലി മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിനി കോരിയെടുക്കാം. നെത്തോലി വറുത്ത എണ്ണയ്ക്ക് അതോട്ട് തന്നെ നമുക്ക് അച്ചാറില്ല. ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ചേർക്കുകയാണ്. അത് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനാവശ്യത്തിന് അത്രയും മീൻ ഏകദേശം ഒരു 2 സ്പൂണോളം, ഇച്ചിരിയും കുറച്ചുകൂടി 1/2 സ്പൂണോട് 2.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിനാണ്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കായപ്പൊടി, ഒരു 1/4 സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ മസാലപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ പെരുംജീരകം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഒട്ടും എണ്ണ ഇല്ലാതാണ് ഞാൻ എടുക്കുന്നത്. ഇത്ര ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ മീൻ ഉപ്പിട്ട് വറുത്തതാണ്. എന്നാലും നമുക്ക് ആ അരപ്പിനെല്ലാം കൂടെ ചേർത്തക്കോലെ കുറച്ച് 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ നെത്തോലി അച്ചാർ. ഇതെത്ര നാൾ വേണേലും പൊട്ടുന്ന കുപ്പിയിലോ ഒക്കെ ഇട്ട് വെച്ചാൽ അവിടെ ഇരുന്നോളും. ഒട്ടും എണ്ണയില്ല, പക്ഷെ കേടാവത്തില്ല. ദൂരയാത്രയ്ക്കൊക്കെ പോകേണ്ടവർക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.